എല്ലാവർക്കും അച്ചൂസ് മാജിക് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് തിരുവനന്തപുരം സ്റ്റൈൽ ഫിഷ് കറിയാണ്. ഇതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ നീളത്തിൽ അരിഞ്ഞത്, ഒരു 3 എരിവുള്ള പച്ചമുളക്, 4 ചുവന്നുള്ളി, അതിൽ 2 ഞാൻ താളിക്കാനും 2 അരയ്ക്കാനും ഇടും. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി, വാളംപുളി, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ തേങ്ങ ചിരകിയത്, അതൊരു 4 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് പൊടികൾ ആവശ്യമുണ്ട്, അത് ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം. ഞാനിവിടെ ഇന്ന് വറ്റ, പാര എന്നൊക്കെ പേരിൽ പറയും, അങ്ങനെയുള്ള ഒരു ഫിഷാണ് എടുത്തിട്ടുള്ളത്. അതൊരു 400 ഗ്രാം ഫിഷ് വരും. ഫസ്റ്റ് ഇതിലേക്കുള്ള അരപ്പ് അരച്ചെടുക്കാം. അപ്പൊ അതിലേക്ക് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങ മിക്സിയിലാക്കിയിട്ടുണ്ട്. 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച പുളി ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ അരച്ചിട്ട് കാണിക്കാം. അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. മീൻകറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിലോട്ട് വെച്ചു. ചട്ടി ഉണ്ടെങ്കിലും മൺചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഞാൻ ആദ്യം ഇതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കണം. പിന്നെ പച്ചമുളക്, ഈ കറിവേപ്പില. ഗ്യാസ് ഇപ്പൊ ഓൺ ചെയ്യണ്ട. ഇനി ഈ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതെല്ലാം ഇതിലോട്ട് ചേർക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ കലക്കി വെക്കണം. ഇനി ഇതിലേക്ക് മീനിന്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇപ്പോഴും ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യും. ഇനി ഞാനിത് മൂടി വെക്കുകയാണ്. തിളച്ചിട്ട് നോക്കാം. അപ്പൊ ഫിഷ് കറി ഇപ്പോ തിളച്ചിട്ടുണ്ട്. ഇനി ഈ കറി ഒന്ന് കുറുകി വരണം. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ചു നേരം അത് കുറുകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഈ അടുപ്പിലേക്ക് ഞാനൊരു ചീനിച്ചട്ടി വെച്ചു. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത് ചേർക്കാം. ചെറിയ ഉള്ളി ചെറുതായിട്ട് മൂത്ത് തുടങ്ങി. ഇപ്പൊ വറ്റൽ മുളക് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് കറിവേപ്പില, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫിഷ് കറിയിലോട്ട് ഇത് ഒഴിച്ചെടുക്കും. അങ്ങനെ തിരുവനന്തപുരം സ്റ്റൈൽ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇതില് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇത് എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം.